രണ്ടാമത് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായിരുന്നു ഞാൻ അവള് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ തെറ്റാണ്. ഇനി ഞാൻ അങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തോളാം. അതന്നെ പക്ഷെ ഞാൻ പറയണത്, ഞാൻ എപ്പോഴും പറയണത് ഇപ്പൊ നിങ്ങൾ എന്റെ കണ്ടല്ലോ, ഞാൻ ട്രിഗർ ആവുന്നത് കണ്ടല്ലോ, ശരിക്കുള്ള ഫേസ് കാണാനായിട്ടുള്ളത് എന്നെ പറഞ്ഞല്ലോ. ഞാൻ ആ ചേച്ചി എടുത്ത് ചേറി നെഞ്ചത്തോട്ട് കയറിയോ? ചേച്ചി എന്തിനാ എന്നെ നോമിനേറ്റ് ചെയ്യുന്നത്? എന്നെ ഫേസ് കാണാനാണെന്ന് പറഞ്ഞു ഇല്ല. ബിക്കോസ് ഐ നോ ഹൗ ടു പ്ലേ മൈ ഗെയിം. ഓക്കെ, ഇപ്പൊ ഞാനെന്താ ഇപ്പൊ സംസാരിക്കുന്നത് എന്താ ആടി വളഞ്ഞിട്ട് നിങ്ങളെ ശീലിപ്പിച്ചിട്ടാണ്. എനിക്ക് നന്നായിട്ട് സംസാരിക്കാണ്ട്, പക്ഷെ എനിക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റി കയറിയിട്ട് എന്നെ ജോക്കർ എന്ന് വിളിക്കാനായിട്ട് ഇവളൊന്നും ആരുമല്ല. ആൻഡ് ജോക്കി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ആർജെ ജോക്കർ എന്നാണ് എല്ലാവരും പറയുന്നത്. അല്ലല്ലോ, ആർജെ ജോക്കി എന്ന് തന്നെയല്ലേ? ഞാൻ ജോക്കറാണോ? ഫാഷൻ ആയിട്ട് അവളെന്റെ പ്രൊഫഷനാണ് എന്നെ കരുവാക്കിയത്. അപ്പൊ പിന്നെ അവളാരാ? സോ ഞാൻ അവളെന്ന് വിളിച്ചിട്ട് അല്ലാണ്ട് മറ്റെന്താണ് എന്താ സാധനം പറഞ്ഞത്? പേക്കോലം അമ്മേന്റെ അമ്മേനെ പെങ്ങളെ ഞാൻ പറഞ്ഞോ? കൾച്ചർ അല്ല, അത് എന്താണെങ്കിലും അത് സുഖല്ല. ഇനി എന്റെ അടുത്തേക്ക് സോറി പറഞ്ഞ് വരാനും നിക്കണ്ട ആരും. അതിന് വേണ്ടല്ലെങ്കിലോ നാടകം കളിക്കാൻ പറ്റുമല്ലോ സോറി പറഞ്ഞിട്ട്. എനിക്ക് ഇനി അതുപോലും വേണ്ട ആർജെ ബിൻസിയായിട്ട്. മോന്റെ ഒറിജിനൽ മുഖം എപ്പോഴാ കണ്ടത്? ഇങ്ങനത്തെ ഒരു മുഖം ഉണ്ടല്ലേ? ഇപ്പൊ വേറൊരു മുഖം കാണാൻ വേണ്ടിട്ട് എന്നെ നോമിനേറ്റ് ചെയ്തോ ചേച്ചി? കണ്ടല്ലോ, ജയിലിൽ പോകുന്നതിന് മുന്നേ തന്നെ കണ്ടല്ലോ. യാ പെർഫെക്റ്റ്. ചോദിച്ചു നോക്കട്ടെ, ഇനി കാണണമെന്ന് ചോദിച്ചു നോക്കട്ടെ. അടുത്ത മുഖം എന്റെ ടു ഫേസ്. ഒന്ന് പാവം, പിന്നെ ഒന്ന് ഇതേപോലത്തെ. പാവ എപ്പോഴാണ് എടുക്കണം? കുറച്ച് കഴിയുമ്പോ ശരിയാണ്.